എന്താണ് പരിപാടി രാവിലെ തന്നെ? ഞാന് ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇന്ന് ഇഡലിയും ചമ്മന്തിയും ഒക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഷൂട്ട് ചെറിയൊരു സീൻ ഉണ്ടായിരുന്നേ, അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറിയതാണ്. ഇപ്പൊ ഹേവുക്കുട്ടനും യുവി ഉറങ്ങുകയാണ്. ഇതില് കുടിക്കാനുള്ള വെള്ളം തെളിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഒരു പ്യൂരിഫയർ ഉണ്ട്, പക്ഷെ അതെന്താണെന്നറിയാം, നമ്മുടെ കിണറിന്ന് നന്നായിട്ട് ചെളി കയറുന്നുണ്ട് അല്ലേ. അപ്പൊ നന്നാക്കല്ല, നമ്മൾ ആ സാധനം മാറ്റും, ഫിൽറ്ററൊക്കെ മാറ്റും, പിന്നെയും കംപ്ലൈന്റ് ആവും. അല്ല, ഇന്നലെ രാത്രി എപ്പോഴും ഉറങ്ങി? ഇന്നലെ രാത്രി ആസ് യൂഷ്വൽ 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതങ്ങനെ ആരെങ്കിലും കുട്ടികൾ ഉണ്ടോ ഗൈസ് ഒന്ന് പറയണേ, കാരണം യുവിക്ക് 1.5 വയസ്സായി, പക്ഷെ അവൾക്ക് ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അവിടെ 12:30 വരെ കളിക്കും. അത് വല്ലാത്തൊരു കളിയല്ലേ. ബെഡ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നടക്കും. ലൈറ്റ് ഓഫ് ആക്കിയാലും ഇങ്ങനെ ചുറ്റും നടക്കും, എന്തൊക്കെയൊക്കെയോ കളിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ വെട്ടടിക്കും. ഹേവ് ഉറങ്ങായിരിക്കും, പക്ഷെ ഹേവിന്റെ മേത്ത് കൂടെ ചാവിട്ടി നേർന്നല്ലേ, അവനെ പോയി കടിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അവൾ ഉറങ്ങില്ല, ആരും ഉറങ്ങണ്ട. അതിനുശേഷം ഒരു 5-8 പ്രാവശ്യം രാത്രി എഴുന്നേക്കും ഫീഡിങ്ങിന് വേണ്ടിട്ട്. എല്ലാം കൂടി കഴിയുമ്പോഴേക്കും ഞാൻ അവസ്ഥയിലാവും. അപ്പൊ ഇന്നലെ ഒരു 9:45 ഉറങ്ങിയിട്ട്. അപ്പൊ വിചാരിച്ചു നാളെ കറക്റ്റ് 4:30 അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കണം. കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ കുറച്ച് തുണികളുണ്ട്, അപ്പൊ അത് മേലെ നിന്ന് വാഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച. നോക്കുമ്പോ കറക്റ്റ് 11:30 അവളെ എഴുന്നേറ്റ് വന്നു. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 11:30 എണീറ്റ് വന്ന് പിന്നെ കുറച്ച് ഫുഡ് കൊടുത്ത്. അതിന് മുമ്പ് വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിന്നർ കൊടുക്കുന്ന സമയത്ത്, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു ഇത്തിരി ഫുഡ് കുഴപ്പിച്ച് ഒരു 12:30 1:30 ആയിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 5-8 പ്രാവശ്യം എണീറ്റ് രാവിലെ 6 മണിക്ക് എണീറ്റ് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ചവള് പതുക്കെ ഒന്ന് കിടത്തി നേരെ ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കയറിയതാണ്. കുറെ പേര് ചോദിച്ചൊരു കാര്യമല്ല, എന്തിനാണ് 2 ഇൻഡക്ഷൻ വീട്ടില്? സ്റ്റൗ ഉപയോഗിച്ചൂടെ? അതല്ല ഈസി, ലാഭം അല്ലേ? സ്റ്റൗ നമ്മൾ അപ്പുറത്തെ കിച്ചണിൽ വെച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വം വെച്ചാണ്. എന്തിനാന്ന് വെച്ചാൽ ഗ്യാസ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓട്ടോമാറ്റിക്കലി എല്ലാം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലായി പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മള് അവിടെ വെച്ചാണ് കേട്ടോ. ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പൊ ഇതാവുമ്പോ എന്താ വെച്ചാൽ ഇൻഡക്ഷനിൽ എനിക്ക് ഇതിൽ പെട്ടെന്നാകുന്നുണ്ട്, പ്രസ്റ്റീജിൽ പെട്ടെന്നാകുന്നുണ്ട്. ഈ പ്രീതി 2100 വോൾട്ട് ആണ്, ഇത് 2000 ആണ് പ്രസ്റ്റീജ്. പക്ഷെ പ്രസ്റ്റീജിൽ പെട്ടെന്നാകുന്നുണ്ട്, കറണ്ടും അധികം വലിക്കുന്നില്ല. പക്ഷെ ഇതില് ഭയങ്കര കറണ്ട് ചാർജ് അല്ലേ. നമ്മള് പുതിയത് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുമ്പോൾ 5000 വന്നു കറണ്ട് ചാർജ്. നമ്മൾ അയ്യോ എന്താ സംഭവം ആയിപ്പോയി. പക്ഷെ ഇത് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്, അപ്പൊ പെട്ടെന്ന് ആകുന്നുണ്ട്, ഇത് ഓക്കെയാണ്. എന്റെ നാത്തൂനും ആങ്ങളെ അടിച്ചു പിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ റിയാലിറ്റി? ഞാനും കേട്ടു അങ്ങനെ ഒരു വിവാദം. എനിക്ക് അങ്ങനെ ഒരു ചീത്ത പേര് കേൾക്കുന്നുണ്ടോ? അതെ, അതുകൊണ്ടായിരിക്കും അല്ലേ, നാട്ടിലേക്ക് വരികയും ചെയ്തു, ചീത്ത പേര് കേൾക്കുകയും ചെയ്തു. അവര് എനിക്കറിയില്ല എന്താ ഞാൻ ഇതിനുള്ള മറുപടി അതിനെ തരേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അവരിപ്പോ പാലക്കാടാണ്, എല്ലാവർക്കും അറിയാലോ. അവർക്ക് എന്തൊക്കെയോ അവര് വേറെ തന്നെ വ്യക്തികളല്ലേ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പറയുന്ന ആൾക്കാര് അവര് വേറെ തന്നെ വ്യക്തികളും. സന്ധ്യ ആണെങ്കിലും സുജിത്ത് ആണെങ്കിലും ശിവാനാണെങ്കിലും ഒരു ഫാമിലി അല്ലെ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രദർ ആണെങ്കിലും നമ്മൾ അവരുടെ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യാത്തതല്ലേ നല്ലത്. അതുപോലെ അച്ഛനും അമ്മയും അവർക്ക് അവരുടേതായ ഡിസിഷൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് വന്നിരിക്കുന്ന നീ പോയി പഠിത്തം നോക്കി എനിക്കറിയിലിരിക്കാന്ന് പറയും. കാരണം എല്ലാവർക്കും അവരവരുടെ തീരുമാനങ്ങളും എല്ലാം ഉള്ള ആൾക്കാരല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അവർക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതിനനുസരിച്ചാണ് എല്ലാവരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ദയവ് ചെയ്ത് വലിച്ചിടരുത്. നമുക്ക് എന്താ പറയാ, അതെന്താ ചോദിക്കുന്ന രീതി എങ്ങനെയാന്ന് അറിയാം. മാമത്തെ വാ, കേൾക്കുടൻ എഴുന്നേറ്റ് വന്നു. അപ്പൊ എന്താ നമ്മുടെ വീഡിയോന്റെ താഴെ വന്നിട്ട് നമ്മുടെ സ്റ്റോറി കാണുമ്പോ ആഹാ ഇതായിരുന്നല്ലേ ഇവളുടെ അവിടുത്തെ പ്ലാൻ. അങ്ങനെ അമ്മേനെ സ്റ്റോറിയിൽ ചില ക്യാരക്ടേഴ്സ് വരാറുണ്ട് അല്ലേ. അത് വളരെ സന്തോഷമാണ് കേട്ടോ. നമുക്ക് സ്റ്റോറിക്ക് നെഗറ്റീവ് കമന്റ്സ് കിട്ടുമ്പോ നെഗറ്റീവായിട്ട് ഇവളെ ശരിയാക്കും, ഇവളെ നമ്മൾ എടുത്ത് ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറയുമ്പോ സന്തോഷമാണ്. കാരണം നമ്മളുടെ സ്റ്റോറിയിൽ ആക്ട് ചെയ്യുമ്പോ എന്തുകൊണ്ടാണ് മോനും മരുമോളും ഇല്ലാത്തത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. പറഞ്ഞു കഴിഞ്ഞു. അതായത് ഓൾമോസ്റ്റ് അമ്മയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സുജിത്ത് സന്ധ്യ ആണെങ്കിൽ അവരും പറഞ്ഞിട്ടുണ്ട്. അതെ, പിന്നെ വേറെന്താ വെച്ചാല് ഈ അവരുടെ അപ്പൊ പറഞ്ഞല്ലോ, അമ്മ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, ടൈറ്റിൽ കണ്ടിട്ടാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്. അപ്പം ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മള് വേറെ എന്താ പറയാ, നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്താ നമ്മള് പറയാം. എത്ര മണിക്ക് കുറെ നേരം ജാതി ഹേവനൊരു സ്വഭാവം ഉണ്ട്. ഡാഡി പോയിട്ടുണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റ് വരും. എല്ലാ കുട്ടികളെയും ചെറുപ്പം മുതൽ അങ്ങനെ ആദ്യം തന്നെ അച്ഛാ അച്ഛാന്ന് വിളിക്കും, ഇങ്ങനെ കുഞ്ഞുനാള്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു പിന്നെ വലുതായ ശരിയായിരിക്കുന്നത്. ഇപ്പൊ യുവി അച്ഛാന്ന് വിളിക്കാം, അത്തോന്ന്. അപ്പൊ ഇവരൊക്കെ അച്ഛൻ പിള്ളേരായി പോവുക. അച്ഛൻ ഭക്ഷണം കൊടുത്താലേ ഹേവ് കഴിക്കൂ, അച്ഛൻ കുളിപ്പിക്കണം, അച്ഛൻ എണ്ണയിട്ട് കൊടുക്കണം അല്ലേ, അച്ഛൻ തന്നെ പഠിപ്പിക്കണം.
ഇങ്ങനെ ചോദിക്കുക. അപ്പൊ അച്ഛൻ തന്നെ ബെഡ് പോയിട്ട് ഞാൻ പറഞ്ഞു വാ ഡാഡിനെ വിളിക്കുന്നു പറഞ്ഞതാ. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നതാ. ഇനി യുവി വിളിക്കും മാറ്റോ എന്ന് പറഞ്ഞിട്ട്. മക്കൾ ഡാഡിക്കുട്ടികളായതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ചെറിയ ടെൻഷൻ ടെൻഷൻ ഒന്നുമില്ലെന്ന് ഞാൻ എന്ത് പറഞ്ഞാലും അവൻ പറയും ഡാഡി പറഞ്ഞിട്ടുണ്ട് ഇത് പഠിക്കണ്ട. എന്നിട്ട് ഞാൻ നല്ല ഒരു ഇതിന്റെ ഇതെന്താ നാളെ കമ്പ്യൂട്ടർ എക്സാമാ ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെ ഞാൻ പറഞ്ഞു ഹേത് ഇങ്ങനെ എഴുതണ്ട ഡാഡി ഇങ്ങനെ എഴുതണോ. നമുക്കിവിടെ റോളില്ലാണ്ടായി പോവുക. പിന്നെ അവരുടെ വിഷയം അത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങള് ദയവ് ചെയ്ത് ഞങ്ങള് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതല്ലേ ഇതിനായിട്ട് അങ്ങനെ ഇതാക്കരുത്. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ആരും എല്ലാവരും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ സ്റ്റോറി വരുന്നുണ്ട്. അവരുടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അവര് ശുചിത്വമൊക്കെ പാലക്കാട് പോയിട്ട് തിരിച്ചങ്ങോട്ട് പോകും. നമ്മൾ റിയൽ കോഴിക്കോട് ടൗൺ തന്നെയാണത്. അവര് കുറച്ച് 10-30 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത് നമ്മുടെ വീട്. അപ്പൊ എന്റെ വീട് അല്ലെ. അപ്പൊ സന്ധ്യ ശുചിത്വം അങ്ങോട്ട് പോകുമ്പോ നേരെ അവർ ഇവിടെ കയറിയിട്ട് പോവുക. കാരണം യുവിനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് യുവിനോട് ഇവര് രണ്ടാളും യുവിയും സന്ധ്യയും നല്ല അറ്റാച്ച്മെന്റാ. അപ്പൊ കാണും ജുവാന് ഹേവു എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പൊ ഹേതവേട്ടൻ സംസാരിക്കണം അതേപോലെ സംസാരിച്ചു അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ജുവാൻ. അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് എന്നിട്ടൊക്കെയാണ് പോവുക കേട്ടോ. ഹേവു അവിടെ കുളിച്ച് റെഡിയാകുന്നുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ഹേവുന് ഉണ്ടാക്കാൻ പോകുന്നത് പിസയാണ്. പിസ വളരെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് എന്താണെന്നറിയോ ഹേവുന് വെജിറ്റബിൾ ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ കുറച്ച് ക്യാരറ്റും ചീസും പിന്നെ നമുക്ക് നമ്മുടെ മക്കൾ എന്തൊക്കെ വെജിറ്റബിൾ കഴിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് മുഴുവൻ ഇടുക. അതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ പിസയാണ്. അപ്പോൾ അവന് ഒരു ചപ്പാത്തി കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇത് 2 ചപ്പാത്തി ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് പച്ചക്കറി ഇത് കുറച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇത് പിന്നെ ഞാൻ ജസ്റ്റ് അവനൊരു ക്രഞ്ചി ആയിട്ടൊരു ഫീലിംഗ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ് കേട്ടോ. സാധാരണ ക്യാപ്സിക്കം ഇടാറുണ്ട്. അത് മിസ്സിങ് ആണ്. നമ്മുടെ മെയിൻ സാധനം അത് ഞാൻ ഇവിടെ ഇട്ടത്. വേണേൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. സാറില്ല കണ്ടോ തന്നെ ആയിക്കോളൂ ഇതിൽ നല്ലത്. ഞാൻ അപ്പൊ നമ്മുടെ 2 പിസയാണ് ഇപ്പൊ റെഡി ആയിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ചീസും പിന്നെ അതിന് മേലെ ക്യാരറ്റും. ഇതിൽ ക്യാരറ്റ് നല്ലപോലെ ഗ്രേറ്റ് വൃത്തിക്ക് നല്ലപോലെ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കവർ ചെയ്യാണ്. ക്യാബേജ് ഒന്നും ഇട്ടാൽ അവന് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ വേണ്ടത് മാത്രം ചെയ്ത് സെറ്റാക്കി ഇനി ഇത് കട്ട് ചെയ്ത് നമ്മൾ പിസയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏതോ ഒരു കഷ്ണം പോലും ബാക്കി ചെയ്യാതെ കഴിച്ചിട്ട് വരുന്നതായിരിക്കും. യെസ് ദിസ് ഇസ് റെഡി. പിന്നെ അടുത്തത് ഒരു എന്താ സ്നാക്സ് ടൈമിൽ പപ്പായാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പം അത് നമ്മുടെ ചീസ് ഫ്രൂട്ട് ടൈമിൽ പപ്പായ കൊടുത്തു വിടും. അപ്പം അതും റെഡി. രാവിലേക്ക് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ ഇത് കഴിച്ചിട്ടാണ് പോവുക. ലഞ്ച് ബോക്സിലേക്ക് മാറ്റാൻ പോവാണ്. എന്താ പരിപാടി? ഫ്ലവേഴ്സ് ഇടാണ്. കുളിച്ചോ? കുളിച്ചതൊക്കെ എന്നിട്ടല്ലേ എന്തൊക്കെ ചെയ്യുന്നു. ആണോടാ? എന്തൊക്കെ ചെയ്യുന്നത്? ഇന്നും ചെയ്ത് കഴിഞ്ഞു. വിളക്ക് കത്തിച്ചോ? ഓക്കെ. ഇവിടെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാ കഴിഞ്ഞു. ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഹേവൂസ് ഫുഡ് കഴിച്ച് റെഡി ആകാൻ കേട്ടോ. എന്താ മലയാളം വായിക്കാൻ അറിയോ ഭാവിക്ക്? അറിയും നന്നായിട്ട് അറിയും. ഇത് വായിച്ചേ വള്ളം. അടുത്തത് എങ്ങനെ ഒരുമിച്ച് വായിക്ക? വള്ളം പറന്നേ. ഇനി വെള്ളം പറന്നു മതി. ഇനി ഫുഡ് കഴിക്ക്. ഒരു ഇഡലി ഹേവു നമ്മള് വ്ളോഗ് ചെയ്യാ. വേഗം ഫുഡ് കഴിച്ചാലേ മോശമാണേ. അല്ല നോക്കിക്കേ മലയാളം ഉണ്ടോ? ഹേവു ബാഗ് പാക്ക് ചെയ്ത് നീയാച്ചിരുന്നു. സാധാരണ തലേ ദിവസം തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നല്ലേ. ഇപ്പൊ എടുത്തിട്ട് പറഞ്ഞു ഞാൻ പാക്ക് ചെയ്തിട്ടില്ലാന്ന്. എക്സാം ആണേ ഹേവുന്ന്. കഴിഞ്ഞു അല്ലേ? 16th ലീവില്ല. വെക്കേഷൻ ഒന്നുമില്ല. വെക്കേഷൻ ഒന്നും ഇല്ല. വെക്കേഷൻ വേണോ? വേണായിരുന്നു.
വേണാർന്നു. അടുത്തെന്താ? അത്രേ ഉള്ളു. അതൊന്നും വേണ്ട. എന്നെ അവന് വിശ്വാസമില്ല. ഞാൻ പാക്ക് ചെയ്ത് കൊടുത്താൽ എന്റെ ഡേഡി പാക്ക് ചെയ്താൽ കറക്റ്റ്. അപ്പൊ അവൻ തന്നെ പാക്ക് ചെയ്യും. കഴിഞ്ഞാ വേഗം. ഞങ്ങളുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡിയാണ്. ആക്കട്ടെ. ക്ലോസ് ചെയ്തിട്ടോ? സ്കൂളിൽ പോയി കഴിച്ചു. ക്ലോസ് ചെയ്ത് വെക്കൂ. റെഡി. ഇത് ഡാഡിനോടുള്ള ഓമന. മമ്മീനോടാണെങ്കിൽ ഹേതോ മെച്ചേർഡാണ്. ഡാഡിന്റെ മുമ്പിൽ ഹേതോ ഒരു നോക്കട്ടെ സോക്സ് ഇടാൻ അറിയില്ല അല്ലേ നോക്കട്ടെ. എല്ലാ കുട്ടികളും മമ്മീന്റെ മുമ്പിലാണ് ഓമന കാണിക്കുക, അമ്മമാരുടെ മുമ്പിലാണ് ഓമന കാണിക്കുക. ഇവിടെ നേരെ തിരിച്ചാ. അപ്പൊ ശരിട്ടാ. അങ്ങനെ ഹേവ്കുട്ടാ, ഹേവിന് ചെറിയൊരു ട്രിപ്പ് ഉണ്ടല്ലേ? ഡാഡി എന്തു പറഞ്ഞു? അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? സ്വിം ചെയ്യണമെന്ന് ആര് പറഞ്ഞു? വാട്ടർ അതിന്റെ സൈഡ് റിവർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അപ്പൊ നിന്നോട് പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ടു. ഹേവ്കുട്ടാ ഓക്കെ എന്നാല്. ഓക്കെ ബൈ. ഓക്കെ ഏട്ടാ ഹേവ്കുട്ടാ. ഒരു സെക്കൻഡ് നമ്മളെ നിക്കാനും ഇരിക്കാനും സമ്മതിക്കാണ്ട് ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. യുവിക്ക് പുറത്ത് കളിക്കാനാണ് ഇഷ്ടം. കല്ല് മണ്ണൊക്കെ പെറുക്കിയിട്ട് ഇത്ര ദൂരെ പോകും. ഒരു കല്ലുണ്ട്, കുറെ കല്ലുണ്ട് കയ്യിൽ എടുത്ത് വെച്ചിട്ട് എന്നെ കാണുമ്പോൾ മാത്രം താഴെ ഇടും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അതെല്ലാം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാറിക്കഴിഞ്ഞാൽ വായിലിടാൻ വേണ്ടിയിട്ട് ഒരാള് ഇവിടെ പുറകെ ഇങ്ങനെ നിന്നാ മതി, ഒരു പണിയെടുക്കണ്ട. ഞാൻ തുണി അലക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചെണ്ണം ചെയ്തത്. അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്നു. എന്താ പരിപാടി എന്നല്ലേ? എന്താന്നറിയോ, നമ്മൾ കുറെ കാലമായി ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇത്ര ദിവസം സത്യം പറഞ്ഞ ടൈം കിട്ടിയില്ല. കാരണം ഇതിന് ഒരുപാട് നേരം വേണല്ലേ, കുറച്ച് നേരം എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എല്ലാം റെഡി ആക്കി വെച്ചിട്ട് ഇനിയിപ്പോ ബിരിയാണിന്റെ പ്രിപ്പറേഷനിലാണ്. നമ്മുടെ ഹേവ്കുട്ടിന്റെ പരിപാടി ഇതാണ് കേട്ടോ. വാ, റെഡി ആയിട്ടോ ബിരിയാണി. എവിടെ നല്ല കാണുമ്പോ തന്നെ രസമുണ്ട് കേട്ടോ. നമ്മള് വിശന്ന് ഏകദേശം അതെ. ഇതാണ് നമ്മുടെ ബിരിയാണി. കാണുമ്പോ തന്നെ ഒരു നല്ലൊരു തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് മസാലകളൊന്നും ആഡ് ചെയ്തില്ലല്ലേ ബിരിയാണി? വളരെ ലൈറ്റ് മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഞാൻ പിടിച്ചു, എനിക്കറിയാം. ഇതാണ് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അതാണ് ഇവരുടെ. യുവിക്കുട്ടി, എന്റെ ഹേവ്കുട്ടന് നിന്റെ മെരിക്കല് മാത്രമാണല്ലോ ജോലി. ഏട്ടന്റെ എന്തൊക്കെയാ എടുത്തിരിക്കുന്നത്? ഇത് ഹേവ്കുട്ടന്റെ അവന്റെ എന്താ പറയാ ബുക്സും കാര്യങ്ങളൊക്കെ അവൻ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവിടെ ക്രയോൺസ് ഉണ്ട് കണ്ടോ. അത് ഇന്നലെ യുവി വീഴ്ത്തിയതാ. അപ്പൊ അവർക്ക് പരിപാടി ക്രയോൺസ് എടുക്കുക, വായിലിടാതല്ലേ പരിപാടി. അല്ല, എനിക്കറിയാം. ഇത് നമ്മൾ കൈയോടെ പിടിച്ചോണ്ട് പോകണം, അല്ലെങ്കിൽ എന്താ നമ്മളെ കാണാതെ ഉണ്ടെങ്കിൽ വായിലാക്കും. അല്ല യുവി? കണ്ടു 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 യുവിക്കോട്ടെ. അത് അവളെ സീറ്റാണ്, ഇവിടെ വന്നാണ് ഇരിക്കുക. യുവി കണ്ടോ, ഇതൊക്കെ നമ്മുടെ ആക്ടിങ് ആണ് മോളെ, മമ്മിക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് അവിടെ ഇരിക്കുക കേട്ടോ. എന്ത് ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കും.
എടാ റെഡി ആയില്ലേ? സാലഡ് ഒക്കെ ഏതാണ്ട് റെഡിയായി. ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ഒരു സാലഡും കൂടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചതാ. ഇതാണ് നമ്മുടെ ബിരിയാണി കേട്ടോ. വിശന്നിരിക്കാണ്, നാവിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഇത് കുക്കർ ബിരിയാണി ഇതുണ്ട്, എല്ലാം കറക്റ്റ് അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട് അല്ലേ? ആ എല്ലാം താഴെ മേലെ സെയിം ആണല്ലേ, ഒരു ചേഞ്ച് ഇല്ല ഇതിനകത്ത്. ഓടി വാ. ശരിക്കും യുവിനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നോക്ക് യുവി, ഇവിടെ ഒരു സെക്കൻഡ് അങ്ങോട്ട് ഇത് ഇവന്റെ വിനോദം. ഈ 2 കുരുക്കളെ നടക്കാൻ മാത്രം നമുക്ക് സമയമുള്ളൂ. അതെ, ഇത് ക്രയോൺ ആണ്. ക്രയോണോടെ വെച്ച് ഹേവുവിന്റെ കണ്ടോ, അവൻ ബുക്സ് ഒക്കെ കൃത്യമായിട്ട് അവന്റെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ഹേവു, നിന്റെ ക്രയോൺ മാറ്റണം കേട്ടോ. യുവി തന്നെ വലിച്ചിട്ട്, പക്ഷെ ഹേവു മാറ്റി വെക്കണം. യുവി